ഹായ്, ഞാൻ ആദിഷ്. ഇന്നത്തെ വീഡിയോയിലൂടെ നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ എക്സിനെ അട്രാക്ട് ചെയ്യാനുള്ള പല ടെക്നിക്കുകളും നിങ്ങൾ പല വീഡിയോസിലായിട്ട് കണ്ടിട്ടുണ്ടായിരിക്കും. പക്ഷെ ഇന്നത്തെ ഒരു സ്പെഷ്യൽ ടെക്നിക്കാണ്. വെറും 17 സെക്കൻഡ് കൊണ്ട് നമുക്ക് എങ്ങനെ അട്രാക്ട് ചെയ്യാം. അതുമായി റിലേറ്റഡ് ആയിട്ടുള്ള ഒരു പവർഫുൾ ആയിട്ടുള്ള ടെക്നിക്കാണ് നമ്മൾ അപ്ലൈ ചെയ്യാനായിട്ട് പോകുന്നത്. നമുക്കറിയാം, നമ്മുടെ എല്ലാവരുടെ തോട്ടിനും വളരെയധികം ശക്തിയുണ്ട്. ഈ ചിന്തയുടെ ശക്തിയെക്കുറിച്ച് കൂടുതലായിട്ട് മനസ്സിലാക്കണം എന്നുണ്ടെങ്കിൽ ദ സീക്രട്ട് എന്ന് പറയുന്ന പുസ്തകം വായിക്കണം എന്ന് ഞാൻ പല തവണ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ ആ പുസ്തകം ഇതുവരെ വായിക്കാത്ത ആളുകൾ ഉണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് ജസ്റ്റ് ഒന്ന് മെസ്സേജ് ഇട്ടാൽ മതി. ആ പുസ്തകം ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് അയച്ചു തരുന്നതാണ്. അത് വായിക്കുക, ചിന്തയുടെ ശക്തിയെക്കുറിച്ച് മനസ്സിലാക്കുക. അത് ഒരു റിക്വസ്റ്റ് ആണ്. കാരണം അത് മനസ്സിലാക്കിയിട്ട് ഇത് ചെയ്യുന്ന സമയത്ത് തീർച്ചയായിട്ടും നിങ്ങൾക്ക് 100% റിസൾട്ട് കിട്ടും. അപ്പൊ നമ്മൾ പറഞ്ഞു വന്നത് എന്താണ്? ഒരു ചിന്ത, ആ ഒരേ ഒരു തോട്ട് 17 സെക്കൻഡ് നമ്മുടെ മൈൻഡിൽ ഹോൾഡ് ചെയ്യുക, അതിലോട്ട് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ട്. അങ്ങനെ ചെയ്യുമ്പോൾ മാനിഫെസ്റ്റേഷൻ നടക്കും എന്നുള്ളതാണ് പറഞ്ഞത്. അപ്പൊ എക്സിനെ അട്രാക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിത് എങ്ങനെ ചെയ്യാം എന്നുള്ളത് നോക്കാം. സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്. ഒന്നാമത്തെ സ്റ്റെപ്പ് എന്ന് പറയുന്നത് ആദ്യം നിങ്ങളുടെ മൈൻഡിനെ ഒന്ന് കാമാക്കുക എന്നുള്ളതാണ്. അതിന് വേണ്ടിയിട്ട് നമുക്ക് ബ്രീത്തിങ് ചെയ്യാം. ഏകദേശം ഒരു 10 to 20 ബ്രീത്ത്സ്, 10 ആവാം 20 ആവാം. പെട്ടെന്നൊന്നും കാമാവാത്ത ആളുകളാണെങ്കിൽ ഒരു 20 ബ്രീത്ത് എടുക്കാവുന്നതാണ്. അത് വളരെ ഒരു ദീർഘശ്വാസം പോലെയാണ് നിങ്ങൾ എടുക്കേണ്ടത്. പതിയെ മൂക്കിലൂടെ ശ്വാസം എടുക്കുക, വായിലൂടെയാണ് നിങ്ങൾ പുറത്തേക്ക് വിടേണ്ടത്. അപ്പൊ 20 ബ്രീത്ത് എടുത്തതിന് ശേഷം നിങ്ങൾ കണ്ണുകൾ അടയ്ക്കുക. ഇതാണ് രണ്ടാമത്തെ സ്റ്റെപ്പ്. കണ്ണുകൾ അടച്ചതിന് ശേഷം നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന, നിങ്ങളിൽ നിന്നും വിട്ടുപോയിട്ടുള്ള, ബ്രേക്കപ്പ് ആയിട്ടുള്ള, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ആ വ്യക്തിയെ മനസ്സിൽ കാണുക. നിങ്ങളുടെ മുൻപിൽ അവരുണ്ടെന്നുള്ള ഫീലിൽ അവർ തിരിച്ചു വന്നിരിക്കുകയാണെന്നുള്ളത് നിങ്ങൾ സങ്കല്പിക്കുക. അപ്പോൾ ആ സങ്കല്പത്തോടൊപ്പം തന്നെ മാക്സിമം ഇമോഷൻസ് ആഡ് ചെയ്യുക എന്നുള്ളതാണ്. ഇമോഷൻസ് എന്ന് പറയുമ്പോൾ ആ വ്യക്തി നിങ്ങളുടെ മുമ്പിൽ ഇങ്ങനെ തിരിച്ചു വന്ന് നിൽക്കുന്ന സമയത്ത് നിങ്ങൾ എത്രത്തോളം സന്തോഷവാനായിരിക്കും അല്ലെങ്കിൽ സന്തോഷവതിയായിരിക്കും എന്നുള്ളത് ഇമാജിൻ ചെയ്യുക. അപ്പോൾ അത് ഇമാജിൻ ചെയ്യണം, പ്ലസ് അതിന്റെ കൂടെ തന്നെ മാക്സിമം ഫീൽ ചെയ്യണം. അങ്ങനെ ഫീൽ ചെയ്തതിന് ശേഷം നമ്മൾ എന്ത് ചെയ്യണം? ഞാൻ പറയാൻ പോകുന്ന ഒരു 3 സെന്റൻസുകൾ ഉണ്ട്. ഈ 3 സെന്റൻസുകളും നിങ്ങൾ ഓരോന്നും 7 തവണ റിപ്പീറ്റ് ചെയ്യണം. ഈ 7 തവണ റിപ്പീറ്റ് ചെയ്യുന്നത് എന്തുകൊണ്ടാണെന്നുള്ളതാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞത്. ഒരു തോട്ട് 17 സെക്കൻഡ് ഹോൾഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് 7 തവണ റിപ്പീറ്റ് ചെയ്യണം എന്ന് പറയുന്നത്. അപ്പോൾ 3 തോട്ടുകൾ ഞാൻ പറയുന്നു. ഈ ഓരോ തോട്ടുകളും 7 തവണ റിപ്പീറ്റ് ചെയ്യുക എന്നുള്ളതാണ് പ്രോസസ്സ്. അപ്പൊ ഏതൊക്കെയാണ് ഈ 3 എണ്ണം എന്നുള്ളത് ഞാൻ പറഞ്ഞു തരാം. അത് കഴിഞ്ഞിട്ടുള്ള ഒരു സ്റ്റെപ്പ് കൂടി പറയാം. അതിനുശേഷം അവസാനത്തിൽ നമ്മൾ ഇത് പറയുന്നുണ്ട്. ഓക്കെ, അപ്പൊ നമ്മൾ ഈ 3 അഫർമേഷൻസ് ചെയ്തു കഴിഞ്ഞാൽ പിന്നീട് 1-2 മിനിറ്റ് ജസ്റ്റ് ഒരു പോസിറ്റീവ് വിഷ്വലൈസേഷൻ കൂടി ചെയ്യുക. ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിലോട്ട് വന്നതിന് ശേഷം നിങ്ങൾ എന്തൊക്കെയാണ് ചെയ്യുക എന്നതിനെ പറ്റിയിട്ടുള്ള ഒരു സങ്കല്പം, ഒരു ചെറിയൊരു ട്രെയിലർ മോഡലിൽ നിങ്ങൾ ഒരു വിഷ്വലായിട്ട് മനസ്സിൽ കാണുക എന്നുള്ളതാണ്. അതുകൂടി കഴിഞ്ഞാൽ പതിയെ നിങ്ങൾക്ക് ഒരു 3-4 ബ്രീത്ത് എടുത്ത് വിട്ടതിന് ശേഷം കണ്ണുകൾ ഓപ്പൺ ചെയ്യാവുന്നതാണ്. ഇത്രയേ ഉള്ളൂ പ്രോസസ്സ്. ഓക്കെ, അപ്പൊ അഫർമേഷൻസ് ഏതൊക്കെയാണ് എന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഒന്നാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, നിങ്ങൾ ആരെയാണോ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത് ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് വേണം പറയാൻ. ഇപ്പൊ ഉദാഹരണത്തിന് ഞാൻ ഒരു പേര് സെലക്ട് ചെയ്തിട്ടുണ്ട്, കൈന എന്നുള്ള പേര്. അപ്പൊ നിങ്ങളാണെങ്കിൽ നിങ്ങൾ അട്രാക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്ന വ്യക്തിയുടെ പേരാണ് അവിടെ കൊടുക്കേണ്ടത്. ഓക്കെ, അപ്പൊ ഞാനാണെങ്കിൽ ഇങ്ങനെ കൈന എന്നിലേക്ക് വരുന്നു എന്നുള്ളതാണ് അഫർമേഷൻ ഒന്നാമത്തേത്. ഓക്കെ, അപ്പൊ നിങ്ങൾ ഇപ്പോ ലക്ഷ്മി എന്നാണ് പേരെങ്കിൽ ലക്ഷ്മി എന്നിലോട്ട് വരുന്നു എന്നുള്ളതാണ് നിങ്ങൾ പറയേണ്ട അഫർമേഷൻ. ഇനി രണ്ടാമത്തെ അഫർമേഷൻ എന്ന് പറയുന്നത്, കൈനയും ഞാനും കൂടുതൽ അടുപ്പത്തിലാകുന്നു എന്നുള്ളതാണ്. കൈനയും ഞാനും തമ്മിൽ കൂടുതൽ അടുപ്പത്തിലാകുന്നു. നിങ്ങൾ എങ്ങനെയാണ് പറയേണ്ടത്? നിങ്ങൾ ഇഷ്ടപ്പെടുന്ന ആ വ്യക്തിയുടെ പേര് മെൻഷൻ ചെയ്തുകൊണ്ട് വേണം പറയാൻ. ഓക്കെ, ദെൻ അതുപോലെ തന്നെ മൂന്നാമത്തേത്, കൈന എന്റെ ജീവിതത്തിലോട്ട് വരുന്നത് എനിക്കിഷ്ടമാണ് എന്നുള്ളതാണ്. കൈന എന്റെ ജീവിതത്തിലോട്ട് വരുന്നത് എനിക്കിഷ്ടമാണ്. നിങ്ങൾ കൈന എന്നുള്ള പേര് ജസ്റ്റ് ഒന്ന് ചേഞ്ച് ചെയ്ത് കൊടുത്താൽ മതി. ഈ 3 സെന്റൻസുകൾ കഴിഞ്ഞതിന് ശേഷം 3 തവണ നിങ്ങൾ ഇത് നടക്കുന്നു, ഇത് നടക്കുന്നു, ഇത് നടക്കുന്നു എന്ന് കൂടി പറയണം. യെസ് ഇത് നടക്കുന്നു, യെസ് ഇത് നടക്കുന്നു, യെസ് ഇത് നടക്കുന്നു എന്നുള്ള രീതിയിൽ പറയാം. ഇനിയിപ്പോ ഇംഗ്ലീഷിലാണ് നിങ്ങൾ ഈ അഫർമേഷൻസ് ഒക്കെ യൂസ് ചെയ്യുന്നതെങ്കിൽ അവസാനത്തില് യെസ് ഇറ്റ്സ് ഡൺ, യെസ് ഇറ്റ്സ് ഡൺ, യെസ് ഇറ്റ്സ് ഡൺ എന്ന് 3 തവണ പറഞ്ഞാൽ മതി. ഓക്കെ, ഇതിന് ശേഷമാണ് വിഷ്വലൈസേഷൻ 1-2 മിനിറ്റ് ചെയ്യേണ്ടത്. ഒരുപാട് നേരം വിഷ്വലൈസേഷൻ ചെയ്തിരിക്കരുത്. ഓക്കെ, അപ്പോൾ ഈ കറക്റ്റ് ആയിട്ടുള്ള ഈ 3 തോട്ടുകൾ 17 സെക്കൻഡോളം
ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഓരോന്നും 7 തവണ റിപ്പീറ്റ് ചെയ്യണം എന്ന് കൂടി ഞാൻ പറഞ്ഞു. അപ്പോൾ ഇത് കറക്റ്റ് ആയിട്ട് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളെ എക്സിനെ നിങ്ങൾക്ക് നിങ്ങളുടെ ജീവിതത്തിലോട്ട് തന്നെ തിരിച്ചു കൊണ്ടുവരാനായിട്ട് സാധിക്കും. അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞത് മറക്കാതിരിക്കുക, സീക്രട്ട് ബുക്ക് വായിക്കുക, തോട്ടിന്റെ പവർ മനസ്സിലാക്കുക. പുസ്തകം ആവശ്യമുള്ള ആളുകൾക്ക് മുകളിൽ കാണുന്ന നമ്പറിലോട്ട് മെസ്സേജ് അയക്കാവുന്നതാണ്. നിങ്ങൾക്ക് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഏതെങ്കിലും രീതിയിലുള്ള പ്രശ്നങ്ങൾ നിങ്ങൾ ഫേസ് ചെയ്യുന്നുണ്ടെങ്കിൽ എൻ്റെ പേഴ്സണൽ കോച്ചിങ്ങോ നിങ്ങളുടെ പ്രശ്നത്തിനുള്ള സൊല്യൂഷനോ അറിയണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ മുകളിൽ കാണുന്ന നമ്പറിലോട്ട് വിളിക്കാവുന്നതാണ്. എനിവേ, താങ്ക് യു. നമുക്ക് പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. നമസ്തേ.